ഇന്നൊരു വാട്ട ഈറ്റിനെ ഡേ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചിക്കൻ കറിയും പിന്നെ കോഫിയും ഉണ്ടായിരുന്നു. ഈ ഇഡ്ഡലിയും ചിക്കൻ കറിയും ഒരു പ്രത്യേകതരം കോമ്പിനേഷനാണല്ലേ. ഷിനാജിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പം അതാണ് രാവിലെ കഴിച്ചത്. ഉച്ചയായപ്പോഴത്തേക്കും അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ വലിയ സുഖമുള്ള കറിയൊന്നും അല്ല, പയറുപ്പേരിയും മോരുകറിയായിരുന്നു. ഈ പയർ ഇവിടുത്തെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് മസാല ടൈപ്പ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എരിവിനൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു അച്ചാറിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് 4 എനിക്ക് സിസ്റ്റേഴ്സ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ്. തലേ ദിവസം ഷിനാജ് വർക്ക് കഴിഞ്ഞ് വന്നപ്പം DTDCന്ന് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അച്ചാർ കണ്ടാൽ വലിയ ക്ഷമയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ 4 പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ബീഫ് അച്ചാറാണ്. നിങ്ങൾ നോക്കണം ഇതിൽ എത്ര ഉണ്ടെന്ന്. തലേദിവസം രാത്രിയാണ് കൊണ്ടുവന്നത്. ആ രാത്രി കൊണ്ട് ഞാൻ ഷിനാജും കൂടെ കഴിച്ചു തീർത്തതാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു വരും ഞാൻ ബീഫ് കഴിക്കത്തില്ലല്ലോ എന്ന്. ശരിയാണ്, ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ അച്ചാറിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ എനിക്ക് തിന്ന് നോക്കാൻ തോന്നി. തിന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്, ബീഫിൻ്റെ ആ ഒരു റോ ആയിട്ടുള്ള ടേസ്റ്റിൽ അത് നമുക്ക് തോന്നുന്നതേ ഇല്ല കഴിക്കുമ്പോൾ. ബീഫ് അച്ചാറും പിന്നെ പാവയ്ക്ക അച്ചാർ, മാങ്ങ അച്ചാർ, പിന്നെ ചമ്മന്തിപ്പൊടി, ഈ 4 ഐറ്റംസാണ് കേട്ടോ അവർ അയച്ചു തന്നത്. പാവയ്ക്കായും ടേസ്റ്റ് ഉണ്ട്, ചെറിയൊരു കയ്പുണ്ട്. മാങ്ങാച്ചാർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്തോ ഒരു ഉപ്പ പുളി എന്തോ കുറച്ച് കൂടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി, പുളിയാന്ന് തോന്നുന്നു. പിന്നെ ചമ്മന്തിപ്പൊടി എന്തായാലും 4 കൂടെ ഞാൻ പ്ലേറ്റിൻ്റെ സൈഡിൽ കുറേച്ചെ വെച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി കുഴച്ചാണ് കഴിച്ചത്. അപ്പോൾ എന്നെപ്പോലെ അച്ചാർ പ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ച് നോക്കണേ. രാത്രി ആയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു മന്തി കഴിക്കാനുള്ളൊരു കൊതി. അങ്ങനെ ഷിനാജിനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബിരിയാണി പ്രാന്തിയാണ്. മന്തിനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊതി വരും അൽഫാം മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഷിനാജിനോട് പറയുമ്പം ആൾ വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും ഷിനാജും ഉമ്മയും കൂടി ഇരുന്നിട്ട് അതും കഴിച്ച്